നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആരൊക്കെ സ്പോൺസർഷിപ്പുകൾ പ്രഖ്യാപിക്കുന്നുവോ അവിടെ അവരുടെ തകർച്ച തുടങ്ങും എന്ന് പണ്ട് മുതൽ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ആരോ ഒരു ശാപം കൊടുത്ത പോലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ. അതിലൊരു സംശയമുണ്ടെങ്കിലും ഒരു പരിധിവരെ ശരിയാണ് എന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ നോക്കിക്കഴിയുമ്പോൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ജേഴ്സി സ്പോൺസർ ചെയ്താൽ അതോടെ ആ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും, ഇല്ലെങ്കിൽ തകർന്ന തരിപ്പണമാകും, അല്ലെങ്കിൽ കുത്തുവാള എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കമ്പനി മാറും. ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്പോൺസർമാരുടെ ചരിത്രം പരിശോധിച്ചാൽ അതാണ് മനസ്സിലാവുന്നത്. ഏതൊക്കെ കമ്പനികൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ജേഴ്സിയിൽ അവരുടെ സ്ഥാപനം സ്പോൺസർഷിപ്പ് ചെയ്ത് കോടികൾ ചെലവഴിച്ചിട്ടുണ്ടോ ആ കമ്പനി ഒരു വർഷത്തിനുള്ളിൽ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. രക്ഷപ്പെട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന കമ്പനികൾ വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയിൽ അവരുടെ പേര് വരുന്നതോടുകൂടി നട്ടെല് ഒടിഞ്ഞ് വെന്റിലേറ്ററിൽ അഥവാ ICUയിൽ ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. സഹാറ മുതൽ ഡ്രീം 11 വരെ നീളുന്നു ഈ പട്ടികയിൽ. ഇരിക്കും മുമ്പ് കാൽ നീട്ടാൻ ശ്രമിച്ച ഒരു മലയാളിയുടെ ഒരു കമ്പനിയുണ്ട്, ബൈജൂസ് എന്ന് പറയും. അത് അടുത്തിടെയാണ് തകർന്ന് തരിപ്പണമായത്. അതായത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച്, അതായത് ആ ബിസിനസ്സിനെ കുറിച്ച് ABCD കംപ്ലീറ്റ്, അതായത് A to Z വരെ കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു വ്യാപാരം തുടങ്ങാൻ. അതൊന്നും പഠിക്കാതെ കുറച്ച് പൈസ കിട്ടിയതിനുടനെ ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടിയ ഒരു അവസ്ഥയാണ് ബൈജൂസിനുണ്ടായത്. കോവിഡ് സമയത്ത്, ലോക്ക്ഡൗൺ സമയമായപ്പോഴാണ് ബൈജൂസിന് ഒരു ശുക്രദശ ഉണ്ടാവുന്നത്. അങ്ങനെ പലയിടത്തു നിന്നുമൊക്കെ പൈസകൾ വരുന്നു, കുട്ടികൾ ബൈജൂസിലേക്ക് തിരിയുന്നു, ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ വഴിയാകുന്നു. അങ്ങനെ ആ സമയത്ത് നല്ല രീതിയിൽ ഒരു പണം വന്നപ്പോൾ അത് എന്ത് ചെയ്യണം, ആ പൈസ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വട്ടുപിടിച്ചിരുന്ന ബൈജൂസിന്റെ മുതലാളിമാർക്ക് തോന്നിയ ഒരു മണ്ടത്തരമാണ് മറ്റ് തകർന്നു കിടക്കുന്ന മറ്റ് കമ്പനികൾക്കും കൂടെ പൈസ കൊടുത്ത് അവരെയും കൂടെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെയും കൂടെ ഏറ്റെടുക്കാനുള്ള ഒരു രീതി ബൈജൂസിന്റെ മനസ്സിൽ ഉദിച്ചത്. അത് ഏറ്റവും ഒരു മണ്ടത്തരം എന്ന് തന്നെ പറയാം. അതോടുകൂടി തുടങ്ങി ബൈജൂസിന്റെ കണ്ടകശനി. അടുത്ത ഒരു കമ്പനിയാണ് സഹാറ എന്ന് പറയുന്നത്. സഹാറയാണ് ആദ്യമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ജേഴ്സി സ്പോൺസർ ചെയ്യുന്നത്. ആ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ജേഴ്സി വിസിബിൾ സ്പോൺസർഷിപ്പ് കൊണ്ടുവരുന്നതും സഹാറ തന്നെയാണ്. 2001 മുതൽ 2013 വരെ സ്പോൺസർമാരായിരുന്നു സഹാറ. അതൊരു വമ്പൻ കമ്പനിയായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ്. റിയൽ എസ്റ്റേറ്റ്, ഏവിയേഷൻ മേഖല, മീഡിയ എന്നിവേണ്ട കൈവച്ച എല്ലായിടത്തും സഹാറ വലിയ രീതിയിൽ വിജയം കൈവരിച്ചിട്ടേ ഉള്ളൂ. നഷ്ടം അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് വീഴുന്നു എന്നൊരു വാക്ക് സഹാറയുടെ കമ്പനികൾക്ക് കേൾക്കാനേ ഇല്ലായിരുന്നു. വിജയം അത് മാത്രമായിരുന്നു, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം അത് മാത്രമായിരുന്നു സഹാറ ടീമിന് എപ്പോഴും ഉണ്ടായിരുന്നത്. ഫോർമുല 1 ടീമും പൂനെ വാരിയേഴ്സ് IPL ഫ്രാഞ്ചൈസിയും അടക്കം കായിക ലോകത്ത് ഒരു ശ്രദ്ധാകേന്ദ്രമായ സഹാറ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. എന്നാൽ ബോണ്ടുകളായി ശേഖരിച്ച 24,000 കോടി രൂപ തിരികെ നൽകണമെന്ന് സെബി ആവശ്യപ്പെട്ടതോടെ സഹാറ എന്ന കമ്പനിയുടെ തകർച്ച അവിടെ ആരംഭിക്കുകയാണ്. 2014 സ്ഥാപകൻ സുബ്രത റോയ് ജയിലിലായി. ഇതോടെ സഹാറയുടെ തകർച്ച പൂർണ്ണമായി ആരംഭിച്ചു എന്ന് വേണം പറയാൻ. അടുത്തതാണ് സ്റ്റാർ ഇന്ത്യ. 2014 സ്റ്റാർ ഇന്ത്യ ഇന്ത്യൻ ജേഴ്സിയുടെ സ്പോൺസർമാരായി എത്തുന്നത്. രാജ്യത്തെ ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റ് സ്റ്റാറിന്റെ കീഴിലായിരുന്നു. സാവധാനം തുടങ്ങിയ ഹോട്ട്സ്റ്റാർ വൻ ശക്തിയായി മാറുകയും അതോടെ ഡിസ്നിയുമായി ലയിക്കുകയും ചെയ്തു. ഇതിനിടെ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗിൽ സ്റ്റാർ നടത്തുന്നത് കുത്തകയാണെന്ന് കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിയെഴുത്ത് ഇതോടെ വന്നു. അതോടെ സ്റ്റാറിന്റെ സമയം തകർച്ചയിലേക്ക് വന്നു തുടങ്ങി. ഈ സമയത്ത് തന്നെ ജിയോയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് 18 ചാനലുകൾ സ്റ്റാറിന്റെ അപ്രമാദിത്വത്തിലേക്ക് കൈകടത്തി വന്നു. അതോടെ സ്റ്റാറിന്റെ സ്റ്റാർ വാല്യൂ തന്നെ ഇടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. 2017 കമ്പനി ജേഴ്സി സ്പോൺസർഷിപ്പ് അവസാനിപ്പിച്ചു. സ്റ്റാർ ഇന്ത്യ ഇപ്പോഴും ഉണ്ടെങ്കിലും വലിയ രീതിയിൽ ഒരു വാല്യൂ ഒന്നും ഇല്ലാതെ ഒരു ലോക്കലായി തന്നെയാണ് നിൽക്കുന്നത്. അടുത്തതാണ് ഓപ്പോ. രാജ്യത്തെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ ഒന്നായി മാറിയ സമയത്താണ് 2017 ഓപ്പോ ഇന്ത്യൻ ടീമുമായി റെക്കോർഡ് കരാറിൽ ഒപ്പെടുത്തത്. 5 വർഷത്തിൽ 1079 കോടി രൂപയ്ക്കായിരുന്നു കരാർ. എന്നാൽ ചൈനയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങളിൽ കുടുങ്ങി പ്രതിസന്ധി നേരിട്ടത് കമ്പനിയുടെ തകർച്ചയ്ക്ക് തുടക്കമായി. 4839 കോടി രൂപയുടെ ടാക്സ് നോട്ടീസ് വന്നതോടെ ഓപ്പോ കളം വിട്ടു.
ഇപ്പോഴും ഓപ്പോ ഓരോ ഫോണുകളും ഉൾപ്പെടെ ബിസിനസ് രംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു ശോഭിക്കുന്ന രീതിയിലേക്ക് അല്ല ഓപ്പോയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മൊബൈൽ കമ്പനികളിൽ വലിയ നഷ്ടത്തിലാണ് ഓടുന്നത്. അതിനുശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ ബൈജൂസ് എന്ന കമ്പനി. ഓപ്പോയിൽ നിന്ന് 2019 കരാർ ഏറ്റെടുത്ത ബൈജൂസ് പിടിവിട്ടുള്ള ഒരു വൻപൻ വളർച്ചയിലോട്ടായിരുന്നു ബൈജൂസിന്റെ ഗ്രാഫ് പൊയ്ക്കൊണ്ടിരുന്നത്. $22 ബില്യൺ ആയിരുന്നു ആ സമയത്ത് ബൈജൂസിന്റെ മൂല്യം. 2023 വരെയുള്ള കരാറാണ് ബൈജൂസ് ഏറ്റെടുത്തത്. എന്നാൽ അതിവേഗത്തിൽ വളരാനുള്ള ബൈജൂസിന്റെ ശ്രമങ്ങൾ തിരിച്ചടിയായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബൈജൂസിന്റെ മുതലാളിക്ക് ഒരു തരത്തിലുള്ള ആക്രാന്തമായിരുന്നു. പെട്ടെന്ന് കമ്പനികളിൽ ഒരു പേരുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു വളർച്ചയുണ്ടാക്കണം എന്നുള്ള ഒരു ആക്രാന്തമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആവേശമായിരുന്നു ബൈജൂസിന്റെ തകർച്ചയ്ക്ക് അവിടെ പണി തുടങ്ങിയത്. തകർച്ച ആദ്യം തന്നെ നേരിട്ടു എന്ന് മനസ്സിലാക്കി പല ആളുകളും, പല കമ്പനിയിലെ പല ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടെ ബൈജൂസിന് ഒരു നിർദ്ദേശം നൽകിയെങ്കിലും, അല്ലെങ്കിൽ ഒരു അലേർട്ട് നൽകിയെങ്കിലും ബൈജൂസിന്റെ മുതലാളിമാർ അതൊന്നും തന്നെ കേട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2023 കരാർ അവസാനിപ്പിച്ചപ്പോഴും കമ്പനി ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു. 2024 ബൈജൂസ് പാപ്പരായി. ഇപ്പോൾ ബൈജൂസും അദ്ദേഹത്തിന്റെ ഭാര്യയുമൊക്കെ ആയിട്ട് ഇപ്പോൾ കമ്പനിയെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അടിതെറ്റി വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അടുത്തതാണ് Dream11. 2023 3 വർഷത്തേക്ക് 358 കോടി രൂപയ്ക്കായിരുന്നു Dream11ന്റെ കരാർ. 8 ബില്യൺ മൂല്യവും 200 ബില്യൺ യൂസർമാരുമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഫാന്റസി സ്പോർട്സ് പ്ലാറ്റ്ഫോം. തുടങ്ങുമ്പോഴേ സംശയമുനങ്ങൾ നീണ്ടുനിന്ന കരാറായിരുന്നു ഇത്. 28,000 കോടി രൂപയുടെ GST Dream11ന്റെ നട്ടലൊടിച്ചു. പിന്നാലെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ നിരോധിച്ചുകൊണ്ടുള്ള ബിൽ കമ്പനിയെ പൂർണ്ണമായും തകർത്തു. 2026 വരെയായിരുന്നു കരാർ. കമ്പനിയെ വിലക്കിയതോടെ ഏഷ്യ കപ്പിലടക്കം ഇന്ത്യയുടെ ജേഴ്സി സ്പോൺസർമാർ ആരാവുമെന്ന് കണ്ടറിയണം. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയതോടെ ഇനി ഏതെങ്കിലുമൊക്കെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർമാരായി വരുമോ എന്ന കാര്യവും സംശയമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.